ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എൻ്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, ഒരു പഴം ഞാൻ എടുത്തോട്ടെ. ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. എല്ലാവരുടെയും കണ്ണുവെട്ടി തിഞ്ഞ് പോരുന്നോ? സമയം 3:10. ആൾക്കാര് ബഹളം വെക്കുന്നത് കേൾക്കുന്നുണ്ടോ? വായുള്ളവര് കൂകും, ചെവിയുള്ളവരത് കേൾക്കും. അതിനെനിക്കെന്താ, ഒച്ചയടയ്ക്കുമ്പോ നിർത്തിക്കോളുന്നേ. പകതിരിവില്ലാത്തവൻ. എടാ, നിന്നോടാ തുടച്ചത് മതിയടാ. നിങ്ങൾക്കറിയാവല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അത് ഇനിയെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ പോരാ, ആയസെത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. ദേ തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ. അതെന്താന്നറിയോ? അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന്. ഞാൻ സൈക്കിളെടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിന് നിന്ന് ഗാന്ധിജയന്തിയായി പോയി. ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗപുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. എന്നാ ഷോ തുടങ്ങാമല്ലോ. പിന്നെന്താ, ഏത് കോപ്പനാണെങ്കിലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണാ കൂവുന്നേ? ഒറ്റയരത്തിനും കൂവാൻ അറിയില്ല. അതേ ചേച്ചി, രണ്ടെണ്ണം പോയോ? പടം തെളിഞ്ഞ്. എടി വിമലേ, എന്നോടാണ് കളി? കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കൂന്ന് എനിക്കൊന്ന് കാണണം. ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ അത് ഇവിടത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിയാ മതി. അണ്ണാക്കി സൂട്ടാവൂല്ല. വെള്ളവൻ. ആ മുതലാളി വരണം. ഇന്നെങ്ങനെയുണ്ടോ കളക്ഷൻ അല്ലേ മുതലാളി? ഇങ്ങനെ പോയ മിക്കവാറും അവളുമാരി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര AC DTS തിയേറ്റർ ആയിട്ട് പണിയടാ. DTS അല്ല, അവളുമാർ അതിനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുന്നുണ്ട്. നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്. കുറച്ച് കാശ് ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പിക്കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ വിരിഞ്ഞു കുഞ്ഞാവും അല്ലേ? എന്താ ഈ പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്കീസിൽ കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ടർ അടിച്ച് മാറ്റും. അതെന്താടാ ഒരു ദിവസം ആക്കുന്നത്? ഇന്നായിക്കൂടെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് പ്രൊജക്ടർ അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി, കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുതരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും. മക്കളെ, എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, പാപ്പച്ചാൻ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? ദേ, നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്നാ നല്ല ഫ്രഷ് സാധനം. ഇന്ന് പുതിയ സിനിമയാണല്ലേ? എങ്ങനെയുണ്ട്? ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ. ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ. ഇത്രയും പോന്ന് ഈ മക്കളെ വെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ടു വന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന് ആരൊക്കെയോ ബഹളം വെച്ചെന്നോ പോലീസ് വന്നെന്നൊക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആരൊക്കെ അവര്? ആരാന്നുള്ളത് അയച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ആരാണെന്നൊരു വാക്ക് മോളെന്നോട് പറഞ്ഞാൽ മതി. അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാനേറ്റു.
ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ. ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടെറിഞ്ഞ ചങ്ങ് പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ. നല്ല വില തരുന്ന ഒരു പാർട്ടിയെ ഈ അച്ചായം കൊടുത്തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചായന്റെ സ്നേഹം കണ്ടോ? ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടുവോ? എന്റെ കർത്താവേ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി അച്ഛാ. ഓ അച്ഛാ ഒരു മിനിറ്റ്, ഇതോടെ കൊണ്ടുവയ്ക്കോ. ഇത് ഇവിടെ അഴുകി പോകും. കൈ കൊണ്ടൊന്ന് കൊടുക്ക ചായ. അതല്ല കറി വെച്ച് തരത്തില്ലയോ? ഫ്രഷ് അല്ലയോ? അതെ അതെ അതെ. ചേച്ചിക്ക് 2 വർത്താനം പറഞ്ഞൂടായിരുന്നു. അയാൾക്ക് നാണമില്ലടി. അയാളോട് എന്തോ പറയാനാ ഈ പാപ്പയ്ക്കൻ മയിലാളി. നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി. ശമ്പളം തന്നു കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടത്തെ തൊഴിൽ നിയമം. അതറിയാവോ? ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു? പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞാലേ. ചുമ്മാ ഒരു ടാക്കീസും പണത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ ചേച്ചി സത്യം പറ. എടാ അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിൽ നടത്തുന്ന എന്തിനാ? ദിവസവും നടത്താൻ മേലെ. ശ്രാദ്ധം അതെന്നാ അത്? എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി മതി. അതൊക്കെ മതി. ആ ബാഗ് എടുക്ക ചേച്ചി. അടുത്തത് 955 രൂപ. ഉണ്ണി ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ. കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി ഞാൻ പോയി നോക്കാം. അമ്മായി മോളെ, ചേച്ചി, ഞാൻ വന്നു. അമ്മായി. നല്ല ആളാ അമ്മായി. ഇപ്പഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കുട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതല്ലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ? എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്. ഗംഗേ, അമ്മായിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ. ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തൂന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ. അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ. നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നേ? ആ വിളക്കിപ്പോ എന്നെ ഒഴിക്കടി. അവളൊരുത്തി. അമ്മായി അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. വലിയ വർത്താനം പറയല്ലേ. അതൊക്കെ എടുത്ത് വെക്കടി. എടുത്ത് വെക്കേ. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ.